നമ്മൾ കാണാൻ പോകുന്നത് മദ്ദയിലെ റോള ഫാംസിന് അടുത്തായിട്ട് വരുന്ന ഒരു ഫാം സ്റ്റേ ആണ്. മദ്ദ ശരിക്കും ഒമാൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ UAE നിന്ന് പോകുന്നവർക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് മെയിൻ പ്രശ്നം വരുന്നത് നമ്മൾ റോമിങ്ങിലാവും. പിന്നെ ഈ ഫാം സ്റ്റേയിൽ സ്റ്റേ ചെയ്യുവാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്രീ ഇൻ്റർനെറ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ഒമാൻ്റെ ഭാഗമാണെങ്കിലും ഇവിടേക്ക് പോകുന്നതിന് നമുക്ക് പാസ്പോർട്ട് വിസയൊന്നും ആവശ്യമില്ല. UAE നിന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. മദ്ദ റോള ഫാംസ് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ വാദി വരുന്ന ഭാഗത്തേക്ക് പോകുന്നത്. അവിടെയാണ് ഈ ഒരു ഫാം സ്റ്റേ വരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഫാം സ്റ്റേയുടെ എൻട്രൻസ് ഭാഗത്തായിട്ടാണ്. ഇപ്പോഴും നമ്മൾ അകത്തേക്ക് പോയിട്ടില്ല. ഈ ഫാം സ്റ്റേയുടെ പേര് മദ്ദ ഫാം സ്റ്റേ എന്നാണ്. നമ്മൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ദുബായ് നമ്പറിലേക്ക് തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, റിസർവ് ഒക്കെ ചെയ്യണമെങ്കിൽ. ഇതൊരു കോട്ടേജ് സ്റ്റൈലിൽ വരുന്ന ഫാം സ്റ്റേ ആണ്. 5 റൂമുകളും മജ്ലിസ്, സെപ്പറേറ്റ് കിച്ചൺ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കുളം പോലെയാണ് സംഭവം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അവർ വെള്ളം നിറച്ച് തരും. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു കോർട്ട്യാർഡ് വരുന്നുണ്ട്. അതിന് ചുറ്റുമായിട്ടാണ് 3 റൂം വരുന്നത്. ഇപ്പം ഈ ആദ്യത്തെ ഒരു കോട്ടേജിൽ 2 റൂമാണ് വരുന്നത്. ഈ കോട്ടേജിന് ഫ്രണ്ടിലുള്ള ഈ വരാന്ത പോലെയുള്ള ഭാഗത്തും അത്യാവശ്യം കുറേ അധികം സീറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതിന് ഫ്രണ്ടിലായിട്ട് വരുന്ന കോർട്ട്യാർഡിലും അതെ ചെറിയ മജ്ലിസൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഗ്രൂപ്പായിട്ട് ആൾക്കാരൊക്കെ വരുവാണെങ്കിലും ഒക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് റൂംസ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ആദ്യത്തെ കോട്ടേജിൽ 2 റൂമാണ് വരുന്നത്. ഉള്ളതിലേക്ക് കുറച്ച് വലിപ്പം കുറവ് പോലെ തോന്നുന്നുണ്ട്, എന്നാലും അത്രയ്ക്കും കൂടെ കുറവല്ല. ഇപ്പോൾ ഒരു ഡബിൾ ബെഡ് ഉണ്ട്, സോഫയുണ്ട്, അതുപോലെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നല്ല വ്യൂ ആണുള്ളത്. പിന്നെ നേരെ പോകുമ്പോഴാണ് വാഷ്റൂം വരുന്നത്. ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇതും ഒരു റൂമാണെന്നാണ്. അത്രയ്ക്കും നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ കബേർഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് ഈ ഒരു കോട്ടേജിൻ്റെ ഒക്കെ റൂഫൊക്കെ ഇങ്ങനെ ഒരു വുഡൻ റൂഫാണ് വരുന്നത്. പിന്നെ റൂമിൻ്റെ കോർണറിലായിട്ട് ഇവിടെയും ഒരു അഡീഷണൽ കബോർഡ് വന്നിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ടാണ് TV ഒക്കെ സെറ്റ് ആക്കിയിരിക്കുന്നത്. ഏറ്റവും ഭംഗി വരുന്നത് ഈ ഒരു വരാന്തയാണ്. ഇവിടെ ഇങ്ങനെ കുറേ സീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം, വേണമെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയിരിക്കാം. പിന്നെ ഈ ഒരു കോട്ടേജിലെ തന്നെ 2ാമത്തെ റൂമാണിത്. ഇവിടെ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. കബേർഡ് കാര്യങ്ങളൊക്കെ ഇവിടെയും ഇങ്ങനെ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂം എല്ലാത്തിലും വലിയ വാഷ്റൂം തന്നെയാണ് വരുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോട്ടേജ് കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡ് കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യില്ലെങ്കിൽ നമുക്ക് ബാർബിക്യൂ ചെയ്യാനും കുക്ക് ചെയ്യാനും ഒക്കെ ഉള്ള അത്യാവശ്യം ഓപ്ഷൻസും കിച്ചണ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ശരിക്കും പുറത്തുകൂടി പോകുമ്പോഴത്തേക്ക് കാണുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ഇങ്ങനെ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് ചെല്ലുമ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂമുകളേക്കാൾ കൂടുതലും ഔട്ട്ഡോർ സ്പേസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫാം സ്റ്റേ ആണ്. അടുത്ത കോട്ടേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ആദ്യത്തെ റൂം നമ്മൾ സെയിം മുന്നേ കണ്ടതുപോലെ തന്നെയാണ്. പുറത്തേക്ക് വ്യൂ ഒക്കെ ആയിട്ട് വരുന്ന ഒരു റൂമും വാഷ്റൂമും ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ 2 മജ്ലിസ് വരുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ മജ്ലിസ്. ഇപ്പോൾ നമുക്ക് അഡീഷണൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ബെഡ് കാര്യങ്ങളൊക്കെ മറ്റേ മജ്ലിസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ബാക്കിയുള്ള റൂമുകൾ വരുന്നത്. പോകുന്ന വഴിക്കും ഒക്കെ അതുപോലെ തന്നെ നന്നായിട്ട് ഔട്ട്ഡോർ ഏരിയ ഉണ്ട്. ഇങ്ങനെ കല്ലൊക്കെ കെട്ടി അവിടെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പാകത്തിൽ ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ കാണുന്ന അത്ര തന്നെ സ്ഥലം ഈ ഒരു ഭാഗത്തും മുറ്റം പോലെ ഇങ്ങനെ ഉണ്ട്. ഇവിടുത്തെ റൂം നല്ല വലിപ്പത്തിലുള്ളതാണ്. വേണമെങ്കിൽ ഒരു 4-5 പേർക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിപ്പത്തിലുള്ളതാണ്. ഇത് കൂടാണ്ട് ഇനിയിപ്പോൾ ഒരു മജ്ലിസും അതുപോലെ ഒരു കിച്ചണും അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു 5 ബെഡ്റൂം കോട്ടേജസ് എല്ലാം കൂടി ബുക്ക് ചെയ്യുന്നതിന് നമ്മളൊരു 1-2 വർഷം മുന്നേ വിളിച്ച് ചോദിക്കുമ്പോൾ 1500 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദുബായ് നമ്പർ തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് മദ്ദ റോള ഫാംസും വാദി റിവറും ഒക്കെ വരുന്നത്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മദ്ദ ഡാമും ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.